മത്തായി സുവിശേഷം 25-ാം അധ്യായത്തില് 10 കന്യകമാരുടെ ഉപമ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരുമില്ല. 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. 5 പേർ മണവാളൻ വന്നപ്പോൾ എടുക്കപ്പെട്ടു, മണവാളനോടൊപ്പം മണയറയിൽ പ്രവേശിച്ചു, ആഘോഷത്തിൽ പ്രവേശിച്ചു, സന്തോഷത്തിൽ പ്രവേശിച്ചു, വിരുന്നിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾക്കറിയാം ആ കാര്യം. പക്ഷേ 5 പേരിതാ ബുദ്ധിയുള്ളവർ ആയ 5 പേർ വിളക്കിൻ്റെ കൂടെ എണ്ണ കൂടെ കരുതി. മറ്റവരിതാ വിളക്കുണ്ടായിരുന്നു പക്ഷേ എണ്ണയില്ല. സോ ഇത് പറഞ്ഞ് ഈ കണ്ട കാലത്തോളം സഭയിൽ 10 പേരുണ്ട്, 5 പേര് പോകും, 5 പേര് പോകത്തില്ല. അപ്പോൾ സാധാരണക്കാരൻ ആകെ കൺഫ്യൂഷനാണ്. ഞാൻ ഈ ഫസ്റ്റ് 5-ൽ വരുമോ അതോ ലാസ്റ്റ് 5-ൽ വരുമോ? ആദ്യത്തെ 5-നകത്താണോ ഞാനുള്ളത് അതോ രണ്ടാമത്തെ 5-നകത്താണോ? ഞാൻ എണ്ണ കരുതിയ കൂട്ടത്തിലുള്ളതാണോ അതോ എണ്ണ ഇല്ലാത്ത കൂട്ടത്തിലുള്ളതാണോ? എന്താണ് വാസ്തവത്തിൽ മാത്യു 25-ൽ മത്തായി 25-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്? അത് കേൾക്കണമെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ 24-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം മുതലേ ഒന്ന് എടുക്കപ്പെട്ടാലേ വായിച്ചാലേ പറ്റുകയുള്ളൂ. നിങ്ങൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം ഒരുപാട് പ്രധാനപ്പെട്ടതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് 24-ാം അധ്യായം അവതരിപ്പിച്ചിട്ടുണ്ട്. 24-ാം അധ്യായം ഒലിവേറ്റ് ഡിസ്ക്ലോസ് എന്ന് പറയുന്ന അധ്യായമാണ്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വരവിൻ്റെയും യുഗാവസാനത്തിൻ്റെയും കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായമാണ് 24-ാമത്തെ അധ്യായം. ഇതങ്ങോട്ട് വിശദീകരിച്ചു വന്നിട്ട് അതിൻ്റെ ഒടുവിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ 4-5 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിലേക്കൊണ്ടൊന്ന് കൊണ്ടുവന്നിട്ട് 25-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ എടുക്കും, മറ്റവൾ റിജക്റ്റഡ് ആകും. 1 അക്സെപ്റ്റഡ് ആകും, 1 റിജക്റ്റഡ് ആകും. 2 പേർ വയലിലിരിക്കും. നിങ്ങൾ ആ 25-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 24-ൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ ആദ്യമേ കൊണ്ടുവരുന്നത്, എന്നിട്ട് 25 അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ ചേർക്കും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. ഈ കാര്യം 24-ാം അധ്യായത്തിൽ യേശു വിശദീകരിക്കുന്നതിന് മേളിൽ പിന്നെയും വിശദീകരണങ്ങളുണ്ട്. ആ നാളിൽ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീടിൻ്റെ മേളിലിരിക്കുന്നവർ വസ്ത്രമെടുക്കേണ്ടതിന് വീടിന് കീഴെ ഇറങ്ങരുത്, വീടിന് മേളിലിരിക്കുന്നവർ അത് വഴി തന്നെ ചാടി ഓടി ജെറുസലേമിൽ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോണം. അപ്പോൾ ഇവിടെ കർത്താവ് 24 വിശദീകരിക്കുമ്പം 2 കൂട്ടരെ അവിടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് 25-ാം അധ്യായത്തിൽ പ്രസിദ്ധമായ 2 ഉപമകളെ യേശു അവതരിപ്പിക്കുന്നത്. സോ 24-ൻ്റെ കണ്ടിന്യൂവേഷനാണ് 25-ാം അധ്യായം. 24-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം കളക്ഷനുമുണ്ട്, റിജക്ഷനുമുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, കളക്ഷനുമുണ്ട്, റിജക്ഷനുമുണ്ട്. ചിലതിനെ കളക്ട് ചെയ്യുന്നുണ്ട്, ചിലതിനെ ഉപേക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. ആസ്വദിക്കാൻ പറ്റിയിരുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് 24-ൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് അവിടെ ഇത് ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, മറ്റൊരു ഗ്രൂപ്പ് ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടും ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞ് 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ കളക്ട് ചെയ്യും, മറ്റേത് റിജക്റ്റഡ് ആകും. 2 പേർ വയലിലിരിക്കും, ഒന്നിനെ കളക്ട് ചെയ്യും, മറ്റേത് റിജക്റ്റഡ് ആകും. പെര മുകളിലിരിക്കുന്നവൻ പെര ഉടുപ്പെടുക്കാൻ വേണ്ടി പെരയ്ക്ക് ഇറങ്ങരുത്, അതുവഴി യെരുശലേമിലുള്ള യഹൂദയിലുള്ളവൻ മലകളിലേക്ക് ഓടിപ്പോട്ടെ. അപ്പോൾ 24-ാം അധ്യായത്തിൽ യഹൂദരുടെ മേൽ വരുന്ന കടുത്ത ന്യായവിധിക്കകത്തുനിന്ന് യേശുവിൽ വിശ്വസിച്ചവർ രക്ഷ പ്രാപിക്കുമെന്നും യേശുവിൽ വിശ്വസിച്ചവർ ഓടി രക്ഷപ്പെട്ടോണമെന്നുമുള്ള ഒരു വലിയ പ്രവചന വാക്കുകളാണ് കർത്താവ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് 24 വീണ് കഴിഞ്ഞുവെങ്കിൽ ഇനി 25-ലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. വേറെ ഒന്നുമല്ല, 25-ൽ 24-ൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ തുടർമാനമാണ്. ഇനി നിങ്ങൾ 25-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. ഇങ്ങോട്ട് നോക്കിക്കേ, മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ വാക്ക് മണവാളനെ, ഉറക്കെ പറ, മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. എന്ത്? സ്വർഗരാജ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം എന്ന ബൃഹത്തായ വിഷയത്തെ വേറെ എന്തോ ഒന്നിനോട് ഉപമിച്ച് പറയുകയാണ് സാധാരണക്കാരന് മനസ്സിലാൻ വേണ്ടി. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട
10 കന്യകമാരോട് സദൃശ്യം. മണവാളനെ ഞാൻ നിർത്തി പറയുന്നത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് വീഴാൻ വേണ്ടിയാ. മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഒന്നുകൂടെ മണവാളൻ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. സോ ഇവിടെ ബ്രൈഡ് ഗ്രൂം അറൈവ്ഡ് ആകുന്നു. ഈ ബ്രൈഡ് ഗ്രൂമിൻ്റെ കൂടെ ബ്രൈഡ് ഗ്രൂമിനെ എതിരേറ്റ് കൊണ്ടിരുന്ന ബ്രൈഡ് ചേംബർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ബ്രൈഡ് ഗ്രൂമിനെ മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുന്ന 10 കന്യകമാർ. അപ്പോൾ സോ ഇവിടെ ഈ ബ്രൈഡ് അല്ല നിങ്ങൾ കാണേണ്ടത്, എതിരേറ്റ് കൊണ്ടിരുന്ന 10 കന്യകമാർ. ബ്രൈഡ് എതിരേറ്റ് കൊണ്ടുവരുമല്ല, മണവാട്ടി മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുമല്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു കല്യാണത്തിന് 10 മണവാട്ടിയെ കണ്ടിട്ടുണ്ടോ? കമോൺ, ഏതെങ്കിലും ഒരു വെഡ്ഡിങ്ങിന് 10 മണവാട്ടി ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ തന്നെ മനസ്സിലായി ഇത് വേറെ എന്തോ ഒരു ആശയമാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. സോ മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുന്ന 10 കന്യകമാർ. ഇനി ആശയം ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് പതിപ്പിച്ചേ. മണവാളൻ, ഞാനിത് നിർത്തി പറയുന്നത് നിങ്ങൾക്കൊന്ന് കിട്ടാൻ വേണ്ടിയോ, ഒന്ന് ചേർന്ന് വന്നേ. മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുന്ന 10 കന്യകമാർ. അപ്പം ഈ എതിരേറ്റ് കൊണ്ടുവരിക, എതിരേൽക്കുക എന്ന പ്രയോഗം ആദ്യം ഒന്ന് എടുക്കാം, എന്നാലേ എൻ്റെ ആശയം കൂടുതൽ തുറക്കപ്പെടുകയുള്ളൂ. എതിരേൽക്കുക, എതിരേറ്റ് കൊണ്ടുവരിക എന്ന ആശയമാണ് സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഇത് തന്നെയാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ആകാശത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അവിടെയും തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്തുണ്ട്? എതിരേൽപ്പുണ്ട്. ഇവിടെ ഈ കന്യകമാരുടെ കാര്യം പറയുമ്പോഴും ഉണ്ട്. എന്തുണ്ട്? എതിരേൽപ്പുണ്ട്. മത്തായി 25 പറയുമ്പം മണവാളനാണ്. തെസ്സലോനിക്കർ 4:16 പറയുമ്പം രാജാവാണ്. രാജാവിനെ എതിരേറ്റ് കൊണ്ടുവരുന്നു, രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുന്നു ആ ബാൻക്വറ്റ് ഹാളിലേക്ക്, അല്ലെങ്കിൽ ആ വെഡ്ഡിങ് സെറമണി നടക്കുന്ന ഹാളിലേക്ക്. സോ ഇവിടെ ഈ എതിരേറ്റ് കൊണ്ടുവരുവാനായിട്ട് അയക്കപ്പെട്ട ഈ 10 കന്യകമാരായിരുന്നു? ഇതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. 25 മത്തായി 25 ഒന്നുകൂടെ ഒന്ന് വന്നു. 2-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു സജിപ്രകാരം. 2-ാം 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. അപ്പോൾ ഇവർ ഈ ബുദ്ധിയുള്ള 5 പേര്, ബുദ്ധിയില്ലാത്ത 5 പേര് എന്ന വിശേഷണം എന്താണ്? അത് ഈ ജൂയിഷ് വെഡ്ഡിങ്ങിൻ്റെ സിസ്റ്റം ഒന്നൊന്ന് വ്യക്തമാക്കിയാലേ മനസ്സിലാകുകയുള്ളൂ. ഇങ്ങോട്ട് നോക്കി, ഈ ജൂയിഷ് വെഡ്ഡിങ്ങിന് 3 മുഖങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ മകൻ്റെയാണ് വിവാഹം എന്നിരിക്കട്ടെ, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെ ഞാൻ പോയി മുൻകൂട്ടി അറിയിക്കും. അത് ഇന്നടത്തുനിന്ന് ഒരു പ്രൊപ്പോസൽ ഞങ്ങൾക്ക് വന്നായിരുന്നു, ഞങ്ങൾ മാരേജ് അങ്ങ് ഫിക്സ് ചെയ്തു, സോ ആ കല്യാണം ഉറപ്പിച്ചു, എൻ്റെ മകൻ്റെ വിവാഹത്തിന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്, വിവാഹം അറിയിക്കാൻ വന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആ പദം വിവാഹം അറിയിക്കാൻ വന്നത്. അപ്പോൾ കേട്ടവർ മനസ്സിലാക്കും, ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഈ വിവാഹ അറിയിപ്പും വിവാഹത്തിൻ്റെ വിളിയും രണ്ടാണ്. വിവാഹത്തിൻ്റെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കല്യാണമായി എന്നുള്ളതാണ്. വിവാഹത്തിനുള്ള വിളി എന്ന് പറയുന്നത് എല്ലാം ഒരുക്കി കഴിഞ്ഞ്, ഇപ്പോൾ ബാൻക്വറ്റ് ഹാളെല്ലാം റെഡിയായി, ഫുഡെല്ലാം റെഡിയായി, എവ്രിതിങ് റെഡി ആയി കഴിയുമ്പം ദാസന്മാരെ വിട്ടിട്ടാണ് വിളിക്കുന്നത്. സോ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ വന്ന് കഴിക്കാൻ വേണ്ടി എല്ലാവരും വരണം, അല്ലെങ്കിൽ ആ പറഞ്ഞ യജമാനൻ എൻ്റെ അപ്പം വിളിച്ച ആ വെഡ്ഡിങ് ഹോള് റെഡി, ഫുഡ് റെഡി, റിസപ്ഷൻ ഇത്ര സമയത്താണ് തുടങ്ങുന്നത്. ഇതറിയിക്കാൻ വേണ്ടി പോകുന്നത് ദാസന്മാരാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ആ ഉപമയും കർത്താവ് പറയുന്നുണ്ട്. മണവാളൻ കല്യാണത്തിന് വിളിച്ചവരെ ക്ഷണിക്കേണ്ടതിന് ദാസന്മാരെ അയച്ചു എന്ന് പറയുന്നത്, അത് വായിച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. വിളിച്ചവരെ ക്ഷണിക്കേണ്ടതിന് ദാസന്മാരെ അയച്ചു. വിളിച്ചത് വീട്ടുകാരനാണ്, ക്ഷണിച്ചത് ദാസന്മാരാണ്.
ഒന്ന് മിണ്ടിക്കുക. ആമേൻ. വിളിച്ചത് വീട്ടുകാരാണ്, ക്ഷണിച്ചത് ദാസന്മാരാണ്. സോ ക്ഷണം കിട്ടുമ്പം ആ സമയത്ത് ഓടി വരികയാണ്, ആ കല്യാണത്തിലേക്ക്, ആ ഹോളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉപമയിൽ കർത്താവ് പറയുമ്പം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ യേശു എടുത്തു പറയുന്നു, ഈ വിളിച്ചവർക്ക് മനസ്സായില്ല. ഒരുത്തൻ വയലിലേക്ക് പോയി, മറ്റൊരുത്തൻ വ്യാപാരത്തിലേക്ക് പോയി, വേറൊരുത്തൻ പറഞ്ഞു ഞാനിപ്പോൾ വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് വരാൻ നിവൃത്തിയില്ല. അങ്ങനെ വിളിക്കപ്പെട്ടവരായോ അഗ്യരായി തെരുക്കോണിലേക്ക് പോയി കണ്ടവരെയൊക്കെ വിളിച്ചോണ്ട് വന്നു എന്ന് നമ്മൾ ആ ഉപമ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഫെമിലിയറാണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് വിശദീകരിക്കാം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ മണവാളനെ എതിരേറ്റ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഈ വരുന്ന മണവാളനെ ആനയിച്ചു കൊണ്ടുവരുന്ന ആ 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നുവെന്ന് 25-ന്റെ 2-ാം വാക്യം അല്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചോ സജി പറയാം. വാക്യം 5 പേർ ബുദ്ധിയില്ലാത്തവരും. എന്തുകൊണ്ടാണ് ഇവർ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്ന് പറഞ്ഞത്? ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? വിളക്കിൻ്റെ കൂടെ എണ്ണ കൂടെ കരുതി. അങ്ങോട്ട് വായിച്ചോ. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. അപ്പം ഇവിടെ ഇവര് ഒരു മണവാളൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആ ചിത്രം ഒന്ന് വ്യക്തമാക്കാം. ഈ മണവാളൻ്റെ വരവെന്ന് പറയുമ്പോൾ മണവാളൻ ദൂരത്തുനിന്ന് വരികയാണ്. ഇന്നത്തെ കാലത്ത് പോലെ വാഹന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലയെന്ന് പരിഗണിക്കണമേ. മണവാളൻ ദൂരത്തുനിന്ന് വരികയാണ്. സോ മണവാളൻ ദൂരത്തുനിന്ന് വരുന്നതിന് മുന്നോടിയായിട്ട് ഏറ്റവും ഒടുവിൽ മണവാളൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ട്രംപറ്റ്, ഒരു കാഹളം അവിടെ മുഴക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് വിളക്ക് കത്തിച്ച് ഈ മണവാളനെ എതിരേൽക്കണം. അതിനുവേണ്ടിയാണ് ഈ 10 കന്യകമാരെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ 10 കന്യകമാർ വേറെ ആരുമല്ല, യഹൂദന്മാർ മാത്രമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഈ 10 കന്യകമാർ വേറെ ആരുമല്ല, യഹൂദന്മാർ മാത്രമാണ്. യേശു ആകുന്ന മണവാളനെ എതിരേറ്റ് രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിയമിച്ചിരുന്ന അക്ഷരാർത്ഥത്തിൽ കന്യകമാർ, ഈ പറഞ്ഞിരിക്കുന്ന 10 കന്യകമാർ ജ്യൂസ് മാത്രമാണ്. അവരുടെ ഇടയിൽ 2 ഗ്രൂപ്പ് ഓഫ് ജ്യൂസ് ആയിരുന്നു. 2 തരത്തിലുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. ഒന്ന് പ്രിപ്പയർഡ് ജ്യൂസ്, 2 അൺപ്രിപ്പയർഡ് ജ്യൂസ്. യേശുവിനെ സ്വീകരിച്ച യഹൂദന്മാർ, യേശുവിനെ സ്വീകരിക്കാത്ത യഹൂദന്മാർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കർത്താവിനെ ഉള്ളത്തിൽ രാജാവായി സ്വീകരിച്ച ഒരു കൂട്ടർ, കർത്താവിനെ ഉള്ളത്തിൽ രാജാവായി സ്വീകരിക്കാത്ത മറ്റൊരു കൂട്ടർ. അപ്പോൾ 5 ബുദ്ധിയുള്ളവർ 5 ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഇനി സംശയമേ വേണ്ട, നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതിക്കോണം. 5 ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രാജ്യത്വത്തെ ഏറ്റെടുത്ത 5 പേർ, മറ്റേ 5 പേർ യേശുവിൻ്റെ രാജ്യത്വത്തെ ഏറ്റെടുക്കാത്ത 5 പേർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ രാജാവായിട്ട് സ്വീകരിച്ച 5 പേർ, യേശുവിനെ രാജാവായിട്ട് സ്വീകരിക്കാത്ത 5 പേർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച 5 പേർ, യേശുവിൻ്റെ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത 5 പേർ. അതല്ലാതെ ഇന്നിവിടെ കേൾക്കുന്ന നിങ്ങളാരും ആ ഗ്രൂപ്പിലുള്ളവരല്ല. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളാരും ആ ഗ്രൂപ്പിലുള്ളതല്ല. വെറുതെ തല പുകഞ്ഞ് സമയം കളയണ്ട. നിങ്ങൾ 5 പേർ എടുക്കപ്പെടുവോ 5 പേർ പോകാതിരിക്കുമോ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന ഉപമയുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ബന്ധം നിങ്ങൾക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. അത് താഴേക്ക് ഞാൻ വേണമെങ്കിൽ വായിക്കാം. ഇവിടെ ഈ 5 പേർ ബുദ്ധിയുള്ളവരായിട്ട് അകത്ത് പ്രവേശിക്കുകയാണ്. 4-ാമത്തെ വാക്യം, ബുദ്ധിമുള്ളവരോ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു. അപ്പം ഈ 5 പേരും മയക്കം പിടിച്ചു, മറ്റേ 5 പേരും മയക്കം പിടിച്ചു. സോ മയക്കമല്ല ഇവിടുത്തെ വിഷയം. മയക്കമാണ് വിഷയമെങ്കിൽ 10 പേർക്കും മയക്കം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മയക്കം പിടിച്ചു. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവരോട്. അപ്പം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യേശു ഭൂമി വന്നപ്പം ഒരു വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നു. നിങ്ങൾക്കറിയാം, 5 അപ്പം എടുത്ത് 5000 കൊടുക്കുന്നു. 20,000-ഓളം വരുന്ന വലിയ പുരുഷാരം അപ്പം തിന്നാൻ കൂടെ നിൽക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ചു യേശു രാജാവായി രാജ്യത്തിൽ പ്രവേശിച്ച് തൻ്റെ രാജ്യത്വം ഭൂമി സ്ഥാപിക്കുമ്പോഴും ഈ 20,000-ഓളം വരുന്ന വലിയ സംഘം യേശുവിൻ്റെ കൂടെ കാണുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ആ ചരിത്രം അറിയാമെങ്കിൽ അറിയാം, ഈ 20,000-ഓളം വരുന്ന പുരുഷാരം ഓരോന്നോരോന്നായി പൊഴിഞ്ഞു പോയി അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ ഒരൊറ്റ ആളെ നിങ്ങൾ കണ്ടുള്ളൂ. അത് വേറെ ആരുമല്ല, യോഹന്നാൻ. എവിടെ പോയി ഈ അപ്പം തിന്ന 20,000-ഓളം വരുന്ന വലിയ പുരുഷാരം? എവിടെ പോയി യേശുവിൻ്റെ നന്മ അനുഭവിച്ച ഈ വലിയ സംഘം? ഇതാണ് ഇവിടുത്തെ രംഗം. ഇതാണ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരേണ്ട ആശയം. ഈ വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കണ്ടവർ
ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവർ ഉൾവലിഞ്ഞു പോയി, അവരെ കാണാനില്ല. പക്ഷെ ഇവിടെ അവസാനം വരെ വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ എണ്ണ കരുതിയ ഒരു ചെറിയ കൂട്ടരുണ്ടായിരുന്നു. അവരാണ് മണവാളൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിച്ചവർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ആഘോഷത്തിലേക്ക് പ്രവേശിച്ചവർ. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, 8-ാമത്തെ വാക്യമേ, മത്തായി 25:8. ഓക്കെ, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. അടുത്തത്, ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കേണ്ടതിന് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എണ്ണ വിൽപ്പനയുടെ കാര്യമല്ല. ശ്രദ്ധിക്കൂ, എണ്ണ വിൽപ്പനയുടെ കാര്യമല്ല. രാജാവായി യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ മനസ്സാണ് ഇവിടുത്തെ വിഷയം. 5 പേർ രാജാവായിട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ, രാജ്യത്വം യേശുവിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരാണ്. അവർ 5 പേർ ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ വരവെന്താണ്? ഇവിടുത്തെ വരവ് നിങ്ങൾക്കറിയാം. മത്തായി 24 പ്രത്യക്ഷതയും തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രത്യക്ഷതയും രണ്ടായി നിങ്ങൾ മനസ്സിലാക്കണമേ. ഒന്ന് മേഘപ്രത്യക്ഷതയാണ്, 2 മഹത്വ പ്രത്യക്ഷതയാണ്. മേഘാരൂഢനായി മേഘത്തിന്മേൽ മേഘത്തെ വാഹനമാക്കി വന്നത് ന്യായവിധി നടത്തുവാനും, മഹത്വത്തിൻ്റെ രാജാവായി വന്നത് ഭൂമിയിൽ രാജ്യത്വം ഏറ്റെടുക്കാനുമാണെന്ന്, വരുന്നത് ഭൂമിയിൽ രാജ്യത്വം ഏറ്റെടുക്കാനുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമേ. ഒരു തലമുറയുടെ മേൽ ന്യായവിധി നടത്താൻ വന്നതും, ഇനി ന്യായം വിധിപ്പാനല്ല രാജാവായി വാഴുവാൻ വരുന്നതും രണ്ടും രണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ നിത്യരാജാവായി യേശു ഭരണമേറ്റെടുക്കാൻ വരുന്നതും, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ ബെരഖാമിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ വരേണ്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു തലമുറയുടെ മേൽ ന്യായവിധി നടത്താൻ വന്ന വരവും ഒരേ ആശയത്തിൽ കണ്ടാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അക്ഷരാർത്ഥത്തിൽ യുഗാവസാനത്തിൽ, ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തിൽ പഴയതും ജീർണിച്ചതുമായതിനെ നീക്കി പുതിയതിനെ സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അക്ഷരിക വെളിപ്പെടുത്തൽ ഭൂമിയിൽ നടത്തുവാനായിട്ട് നമ്മുടെ കർത്താവും രാജാവുമായവൻ ഇറങ്ങി വന്നപ്പം ആ യേശുവിനെ രാജാവായി സ്വീകരിക്കുവാൻ കഴിഞ്ഞ ഒരു ചെറിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 1,44,000 എന്ന് പറയുന്ന ഒരു യഹൂദരുടെ സംഖ്യമുണ്ട് അവിടെ. ഈ 1,44,000 പേര് സ്വർഗത്തിൽ കാണുമ്പോൾ യോഹന്നാൻ വെളിപ്പാടിൽ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇത് ആരാകുന്നു? അന്നേരം വ്യക്തമായി പറയുകയാണ്, യോഹന്നാനെ ഈ 1,44,000 വേറെ ആരുമല്ല, 12 into 12,000, 12 ഗോത്രത്തിൽ നിന്നും 12,000 വീതം യഹൂദൻ്റെ ഒരു ശേഷിപ്പിനെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 12 ഗോത്രത്തിൽ നിന്നും 12,000 വീതം എൻ്റെ രാജ്യത്വം സ്വീകരിച്ച യഹൂദൻ്റെ ഒരു ശേഷിപ്പുണ്ട്. അവരെ ഞാൻ കളക്ട് ചെയ്തിരിക്കുകയാണ്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അപ്പം അവര് യേശുവിനെ മണവാളനായി രാജാവായി സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ സാൽവേഷൻ്റെ കാര്യമാണ് ഈ ഉപമകളിലൂടെ എല്ലാം കർത്താവ് വിശദീകരിക്കുന്നത്. ഈ ഉപമകളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയാം. 5 വയലിലിരിക്കുന്നു, ഒരു കൂട്ടർ കളക്ട് ചെയ്യുന്നു, മറ്റു കൂട്ടർ റിജക്റ്റഡ് ആകുന്നു. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കൂട്ടർ കളക്റ്റഡ് ആകുന്നു, മറ്റൊരു കൂട്ടർ റിജക്റ്റഡ് ആകുന്നു. ഒരു സ്ഥലത്ത് അഗ്നി ഇറങ്ങി വരുന്നു, അതിനകത്ത് ഒരു കൂട്ടർ ബേൺഡ് ആവുന്നു, മറ്റൊരു കൂട്ടർ സേവ്ഡ് ആകുന്നു. വേറെ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളത് വ്യക്തമായി നിങ്ങൾക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാകും. നിങ്ങളെയും എന്നെയും കർത്താവിൻ്റെ വരവിൽ ഉപേക്ഷിക്കുന്ന കാര്യമേ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും. നാം കർത്താവിൻ്റെ വരവിൽ ഉപേക്ഷിക്കപ്പെടുവാനുള്ളവരല്ല. യേശു ദൈവമെന്ന് വിശ്വസിച്ച ഒരൊറ്റ വ്യക്തി പോലും ഉപേക്ഷിക്കപ്പെടുകയില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശു ദൈവമെന്ന് വിശ്വസിച്ച ഒരൊറ്റയാൾ പോലും, നമ്മുടെ കർത്താവും രാജാവുമായവൻ ഭൂമിയിൽ ഭരണമേറ്റെടുക്കുവാൻ വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. 2 തരത്തിലുള്ളവരാണ് കർത്താവിൻ്റെ തിരുസഭ, സാർവലൗകികമായ യേശുവിൻ്റെ തിരുസഭ. ഒന്ന് ജീവിച്ചിരിക്കുന്നവരുടെ സമൂഹം, 2 മരിച്ചവരുടെ സമൂഹം. ജീവിച്ചിരിക്കുന്നവർ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു, മരിച്ചവർ കർത്താവിനോട് കൂടെയായിരിക്കുന്നു. മരണം ഒരു വ്യത്യസ്തതയും ഭക്തന് വരുത്തുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോട് കൂടെയായിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു, മരിച്ചവർ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെയായിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ
ഉള്ളിൽ യേശു ഇരിക്കുന്നു, മരിച്ചു കഴിയുമ്പോൾ നാം യേശുവിനോട് കൂടെ ആയിരിക്കുന്നു. അതല്ലാതെ മരണം ഒരു വ്യത്യസ്തതയും നമുക്കുണ്ടാക്കുന്നില്ല. സോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കൂട്ടറിലെ ഒരാൾ പോലും കർത്താവിൻ്റെ തിരുസഭയിലെ ഒരാൾ പോലും ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്ന് പറയുന്ന ഈ 5 ഗ്രൂപ്പിൽ പെട്ടവരേ അല്ല. യേശു ദൈവമെന്ന് വിശ്വസിച്ച മുഴുവൻ പേരും കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുവാനുള്ളവരല്ല, നിങ്ങൾ രാജാവായ യേശുവിനെ ആനയിച്ച് സ്വീകരിച്ച് കൊണ്ടുവരാനുള്ളവരാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഇനി ഇവിടെ നിങ്ങൾക്കൊരു വ്യക്തമായൊരു പിക്ചറും കൂടെ ഈ ഭാഗത്ത് തരാം. 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും കൂടെ ഒന്ന് വായിച്ചു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളം വന്നു, ഒരുങ്ങിയിരുന്നവർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ കല്യാണ സദ്യ എന്ന് പറയുന്നത് ഒരാഘോഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡാണ്. കമോൺ, ഒരു സെലിബ്രേഷൻ മോഡാണ് ഇത്. സുവിശേഷത്തിൽ ഉടനീളം നിങ്ങൾക്ക് കാണാം. 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, 1 ദ്രഹ്മ കാണാതെ പോയി. കിട്ടിയ സ്ത്രീ എന്ത് ചെയ്തു? അവളിതാ വീടടിച്ചു തൂത്തുവാരി. ദ്രഹ്മ കിട്ടിയ ഉടനെ വീടടിച്ചു വാരി ദ്രഹ്മ കിട്ടിയ ഉടനെ വലിയ ആഘോഷം നടത്തുകയാണ്. 100 ആടുണ്ടായിരുന്നു, ഒരെണ്ണത്തെ കാണാതെ പോയി. കിട്ടിയ ഉടനെ നിങ്ങൾക്കറിയാം വലിയ ആഘോഷം നടക്കുകയാണ്. 2 മക്കളുണ്ടായിരുന്നു, ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്ന ഉടനെ വലിയ ആഘോഷം നടക്കുകയാണ്. കാര്യവിചാരത്തിൽ കള്ളത്തരം കാണിച്ച കാര്യസ്ഥൻ പിടിക്കപ്പെടുന്നതിന് മുമ്പേ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ മാനസാന്തരപ്പെട്ട ശേഷം വലിയ ആഘോഷം നടക്കുകയാണ്. സോ ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്കറിയാം വലിയ ഒരു ആഘോഷം നടക്കുകയാണ്. ഏതിൻ്റെയാണ് ഈ ആഘോഷം? ദൈവരാജ്യം കണ്ടെത്തിയവനെല്ലാം ഈ വലിയ ആഘോഷമാണ്. ഒരു മനുഷ്യൻ വയലിലൊരു നിധി കണ്ടെത്തി, പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് മഹാസന്തോഷത്തോടെ വന്ന് ആ വലിയ നിധിയുള്ള ചെറിയ വയൽ വാങ്ങി. ഒരു വിലയേറിയ മുത്ത് ഒരു മനുഷ്യൻ കണ്ടു. താൻ ആ മുത്ത് കണ്ടാറെ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് ആ വിലയേറിയ മുത്ത് സന്തോഷത്തോടെ വാങ്ങി. എല്ലാ ഉപമയ്ക്കകത്തും നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം അറിയാം, ഒരു നഷ്ടമുണ്ട്, ഒരു ലാഭമുണ്ട്. നേടിയത് വേറൊന്നുമല്ല, യേശുവിനെയാണ് നേടിയത്. കിട്ടിയത് വേറൊന്നുമല്ല, കർത്താവിനെയാണ് കിട്ടിയത്. കർത്താവിനെ കിട്ടിയിടത്തെല്ലാം ഒരതിരില്ലാത്ത ആനന്ദമുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അത് തന്നെ ഇവിടെ വായിക്കുന്നേ. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളം വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. കല്യാണ സദ്യക്ക് ചെന്നു. ദൈവരാജ്യത്തിൻ്റെ അനുഭവം കല്യാണ സദ്യയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം കല്യാണ സദ്യയുടെ അനുഭവമാണ്. കല്യാണ സദ്യയിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന, വിഷാദിച്ചും വിഷമിച്ചും ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം മഹാസന്തോഷമാണ്. ഇതേ അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ഹല്ലേലൂയ. ഇതിലേക്കാണ് നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മത്തായി 25 വായിച്ച് നിങ്ങൾ സംശയിക്കരുത്. ഇവിടെ പറയുന്ന ബുദ്ധിയില്ലാത്ത 5 പേർ നിങ്ങളാരുമല്ല. അത് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അതും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. യേശുവിനെ രാജാവായി ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടിയോ? നിങ്ങൾ ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. യേശുവിനെ രാജാവായി എനിക്കും നിങ്ങൾക്കും അംഗീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചോ? നിങ്ങൾ മണിയറയിൽ അവനോടുകൂടെ പ്രവേശിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഓ, ചേർന്നൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഇന്ന് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉള്ളിലെ ആഗ്രഹവും ഇതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും തിരിച്ചറിയണം, നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ മോഡിലേക്കാണ്. ചെസ്റ്റിൻ്റെ ഈ സൈഡിൽ, ഇടത്തെ ഭാഗത്തല്ല വലത്തെ ഭാഗത്ത്, കക്ഷത്തിന് താഴെ ഞാൻ ഈ കൈവെക്കുന്ന സ്ഥലത്ത്, ഇവിടെ നിങ്ങനെ ഇങ്ങോട്ട് ചൂണ്ടലിട്ട് വലിക്കുന്ന പോലെ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ ഓടിവാ മുമ്പോട്ട്. ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഓ, ഇതൊരു മേജർ ഹീലിംഗ് ആണ്. ഇതൊരു മേജർ ഹീലിംഗ് ആണ്. ഞാൻ അവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ സഹോദരൻ അങ്ങനെ അസ്വസ്ഥതയുണ്ട്, ഇദ്ദേഹത്തെ ഞാനിപ്പോൾ സൗഖ്യമാക്കുവാന്ന്. ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതെ. എവിടുന്നാ വരുന്നത്? അബ്ബാസിയ. നാട്ടിലെവിടാ? തിരുവല്ല.
പക്ഷേ ഞാൻ കണ്ട കാഴ്ച അതാണ്. ഇതാ ഈ വലത്തെ സൈഡിൽ കൈക്ക് താഴെ കക്ഷത്തിന് വിടുന്ന് ഈ നെഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ചൂണ്ടലിട്ട് ഒരു അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി വലിച്ചാൽ, കയറല്ല ചൂണ്ടലിട്ട് വലിക്കുമ്പോൾ എങ്ങനെയോ അങ്ങനെ പ്രയാസം വരും. എന്നിട്ട് ഈ റൈറ്റ് സൈഡ് കൊണ്ട് ഇങ്ങനെ കൈ എടുക്കാനോ തിരിക്കുവാനോ കഴിയത്തില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് കഴിഞ്ഞ ഒരു 3.5 മാസങ്ങളായിട്ട് അതിഭയങ്കരമായ ഭയത്തിൻ്റെ പിടിയില്ല. എനിക്കെന്താണ്ടോ ഒക്കെ സംഭവിക്കാൻ പോവാന്നുള്ള ഭയത്തിൻ്റെ പിടിയില്ല. പക്ഷെ ഇന്ന് സൗഖ്യമായിക്കോ കേട്ടോ. ഇതാ ഈ സൈഡിലേക്ക് യേശുവിൻ്റെ കരം വ്യാപരിക്കുകയാണ്. ഈ സൈഡിലേക്ക് യേശുവിൻ്റെ കരം വ്യാപരിക്കുകയാണ്. ദിവ്യകാരുണ്യമേ ഒന്ന് ഇറങ്ങി വരണമേ. യേശുവേ ഒന്ന് എല്ലാവരും ഒന്ന് വിളിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. അപ്പം ഇന്ന് ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മുന്തിരിത്തോട്ടം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവിശ്വസ്തരായവർ മാറി നിന്നപ്പം വിശ്വസ്തരെന്നെണ്ണി ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നന്ദി. ഉത്തരവാദിത്തപൂർണമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയുടെ വസന്തം കൊണ്ട് ഓരോ വീടുകളും നിറയട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു. ഞാൻ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹത്തിൽ സകല കുടുംബങ്ങളും വർദ്ധിക്കപ്പെടുമാറാകട്ടെ. അഭിഷേകത്തിൽ വർദ്ധിക്കപ്പെടുമാറാകട്ടെ. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.